ഹലോ, വിനു വന്നോ അവിടെ? ഇല്ല മാഡം, വിനായകൻ സർ എത്തിയിട്ടില്ല. അവൻ വിളിച്ചിരുന്നോ? ഇല്ല, വിളിച്ചിട്ടില്ല. ശരി, വന്നാൽ ഉടനെ എന്നെ വിളിക്കാൻ പറയണം. ശരി മാഡം, ഞാൻ പറയാം. ഗുഡ് മോർണിംഗ് സർ. ആ അമ്മേ, വിനായകനോ? ഇല്ല, വിളിച്ചില്ല. ഞാൻ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല. ഞാൻ നമ്മുടെ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യാ. ഇന്ന് വിനായകന്റെ 3 കേസിന്റെ ഹിയറിംഗാ. ഞാൻ അതിന്റെ ടെൻഷനില്ല. വിളിക്കുമ്പോ ഉടനെ എന്നെ വിളിക്കാൻ പറയണേ. ഞാനാ? വിനായകൻ എങ്ങനെ അവിടെ വന്നോ? ഇവരിത് എവിടെ പോയി കിടക്ക? എന്തായി? ഓഫീസുകളിലൊന്നും എത്തിയിട്ടില്ല തിരുമേനി. ആൾക്കല്പം ചുറ്റലും കറങ്ങലും കൂടുതലാണല്ലേ? ഉവ്വ്, അതുകൊണ്ടാ ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് ഞാൻ പറഞ്ഞത്. എന്താണ് ആ കുട്ടിയുടെ പേര്? ഇന്ദു. നാള് മകം. മകം പൂരം ഉത്രം. കുഞ്ഞുനാളിലെ തീരുമാനിച്ചുറപ്പിച്ചതാണല്ലേ? അതെ, അതേന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഈ നിൽക്കുന്ന സുഭദ്രയ്ക്ക് ആൺകുട്ടിയും മാധവന് പെൺകുട്ടിയും ഉണ്ടായപ്പോഴേ ഞങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചതാ. അപ്പോ സഹോദരന്റെ മകൾ, അതായത് വിനായകന്റെ മുറപ്പെണ്ണ് നോക്കാം. ആഗ്രഹിക്കാനല്ലേ നമുക്കൊക്കെ സാധിക്കൂ സുഭദ്രാമേ. അത് നടത്തി തരേണ്ടത് അവിടുന്നാ. തടസ്സങ്ങൾ എന്തെങ്കിലും? അതു മാത്രമേ കാണുന്നുള്ളൂ. അതും വെറും തടസ്സമല്ല, അപമൃത്യു വരെ കാണുന്നുണ്ട്. ഈശ്വരാ, എന്തെങ്കിലും പ്രതിവിധി? ഈശ്വര ചിന്തയും സൽക്കർമ്മങ്ങളും കുറെ ദോഷങ്ങള് അങ്ങനെ മാറിക്കിട്ടും. പിന്നെ കുറെ വഴിപാടുകളും പൂജയുണ്ട്. അത് ഞാൻ കുറിച്ചു തരാം. ആളെവിടേക്കെന്ന് പറഞ്ഞാ യാത്രയായത്? പഴനിക്ക് കാവടി എടുക്കണമെന്നും പറഞ്ഞാ പോയത്. ദോഷങ്ങൾ മാറാൻ ഈ പോരിക്കുന്ന സ്ഥലം വളരെ നല്ലതാ. ആ, ഞാൻ ക്ലബിലാടാ, എന്നെ വിളിക്കാം. It's for you. പളനിച്ചാമിയുടെ കളസമെന്ന് കീറും. ആളെ അറിയില്ലേ? ഇല്ലേ? ഈ ലോകത്തെ സകല പോക്രിത്തരങ്ങൾ ഉരുട്ടിയെടുത്ത അണുബോംബായിരിക്കുന്നേ. അങ്ങനെ ഇരിക്കുന്നു നോക്കണ്ട, കോടീശ്വരനാ വിനായകൻ, ഏഴിമല വിനായകൻ. അബൂട്ടി, എടുത്ത് മാറ്റടാ. இனி ஒரு ரவுண்டோட உங்களால தாங்க முடியுமா? ஏய் நக்கலா, போடுறா காசு. ஷோ எங்க ஏரியா வந்து எங்க பணத்தை சுருட்டிட்டு போறியா? எனக்கு വലിയ പറ്റില്ല. ലേറ്റ് ആയത്. ഏയ് വാങ്ങടാ ഇങ്ങ.
சும்மா சக்தி சக்தின்னு கூப்பிட்டா வராது, அது உடம்புக்குள்ள இருந்து வரணும். புரிஞ்சுதா? ഇത് മാർക്ക്, ഏഴിമല വിനായകനുടെ ട്രേഡ് മാർക്ക്. കൊളുത്തിടുവേ. പോലീസ് സ്കൂട്ട്. സുഖമില്ലാത്ത എന്റെ അച്ഛനെ ഒന്നും ചെയ്യല്ലേ. അയ്യോ പൊന്നെണ്ണ, ഞങ്ങളെ ഉപദ്രവിക്കരുത്. കാശിയാ തന്നോളാം. തീർത്ത് നിവൃത്തിയില്ലാത്തത് കൊണ്ടാ പറയുന്നത് സത്യമാണ്. இன்னைக்கு என் காசு கிடைக்கல, இந்த கிழவனை சேர்த்து உங்களை வீட்டால கொண்டு ஜாக்கிரதை. വയ്യാത്ത എന്റെ അച്ഛനെ വിട്ടേക്ക്. കാശ് ഞാൻ എങ്ങനെയും തന്നോളാം. எத்தனை தடவை நான் வட்டி கேக்குறது? முதல்ல போட்டோம், வட்டி கூட கிடைக்கலன்னா என்னடா பண்ணுவேன்? ഒന്നും ചെയ്യില്ലേ, ഞങ്ങൾക്ക് കുറച്ച് സാവകാശം തരണം. சாவகாசம் என்னது? கொஞ்சம் டைம் வேணும்னு கேக்குறாங்க. முடியாதுடா. നീ വെറുതെ പേടിച്ച്. വഴി തീർന്നു, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇവിടെ കയറ്റി തിരിക്കാം. ശരി. ഇവിടെയും പണിയായി. ആരൊക്കെയാണ്? ഒന്ന് ഇറങ്ങി നോക്കി പിന്നോട്ടാ. யார் இவன்? அண்ணா, இவனை எனக்கு தெரியும். இவன் தான் ஏழுமலை விநாயகர். இப்படி இருக்கான்னு நினைக்காதீங்க, இவன் கொஞ்சம் டேஞ்சர். വിനായക, മുതലും പലിശയടക്കം 3.5 ലക്ഷം രൂപ ഞാൻ ഇയൊക്കെ കൊടുക്കാനുണ്ട്.
പണം ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുത്തോളാം. അതിനെനിക്ക് 1 മാസത്തെ അവധിയെങ്കിലും വാങ്ങിച്ചു തരണം. നിവൃത്തിയില്ലാത്തതുകൊണ്ടാ. നമ്മുടെ കയ്യിലുള്ള കാശ് ഇവർക്ക് കൊടുത്താലോ? ഞാനും അത് പറയാതിരിക്കായിരുന്നു. പോലീസ് എന്തായാലും പുറയിലുണ്ട്. ഈ കാശ് ഇപ്പം മാറ്റുന്നതാ ബുദ്ധി. അബുഡി ഓ പാണ്ഡ്യ, എത്രയുണ്ടെന്നറിയില്ല, തരുന്നത് വിനായകനാ. അതെ, കൂടിയാലും കുറഞ്ഞാലും കണക്ക് കണക്കായിരിക്കണം. ലാഭട്ട അതേടാ. ബാക്കി പണോ ആളെ വെച്ച് മാറ്റக்கூடாது.